നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്നിവിടെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്ന് പരീക്ഷ എഴുതിയ കുറച്ച് കൂട്ടുകാർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നൊരു പരീക്ഷ നടന്നിരുന്നു. അത് 10ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയാക്കി നടത്തപ്പെടുന്ന കുറച്ച് പരീക്ഷകളുടെ പ്രാഥമിക പരീക്ഷയാണ് നടന്നത്. ഇന്നത്തെ ദിവസം നമുക്കറിയാം, ഇന്ന് ജനുവരി മാസം 11. അപ്പൊ ജനുവരി മാസം 11 തീയതിയായ ഇന്ന് ശനിയാഴ്ച ദിവസം നടന്നൊരു പരീക്ഷ അല്ലെ, 100 മാർക്കിന്റെ ഒരു പ്രിലിമിനറി പരീക്ഷയാണ് നടന്നത്. അപ്പൊ 100 മാർക്കിന്റെ പ്രിലിമിനറി പരീക്ഷ നടന്നു. ഈ പ്രിലിമിനറി പരീക്ഷ ഒരുപാട് ആളുകൾ എഴുതിയിട്ടുണ്ട്. പല ആൾക്കാരും ഇതിനു മുൻപ് നടന്ന പരീക്ഷ എഴുതി അതിന്റെ ഒരു എക്സ്പീരിയൻസ് നേടിയതിന് ശേഷമാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വന്നിരിക്കുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റേജിൽ നടന്ന പരീക്ഷയുടെ ചോദ്യ പേപ്പർ എടുത്ത് പലങ്കും വിലങ്ങും ഒക്കെ വായിച്ചു നോക്കി പഠിച്ചതിന് ശേഷമാണ് ഈ സെക്കൻഡ് സ്റ്റേജിന്റെ പരീക്ഷ എഴുതുവാനായിട്ട് പല ആൾക്കാരും വന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ വളരെ എളുപ്പമായിരുന്നു. എന്നാൽ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഒരു പ്രിലിമിനറി പരീക്ഷയല്ലേ, അത്രയ്ക്ക് ഗൗരവം കൊടുക്കേണ്ട എന്നൊക്കെ ചിന്തിച്ച് കൃത്യമായ രീതിയിൽ തയ്യാറെടുപ്പ് നടത്താതെ വന്ന കുറച്ച് സാധാരണപ്പെട്ട ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പരീക്ഷ എന്ന് വെച്ചാൽ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ടാവും. കാര്യം, കൺഫ്യൂഷൻ മാറണമെന്നുണ്ടെങ്കിൽ ആവർത്തിച്ച് നമ്മൾ പഠിച്ചേ പറ്റുകയുള്ളൂ, ആഴത്തിൽ പഠിച്ചേ പറ്റുകയുള്ളൂ. ഇത് പല ആൾക്കാരും ആ 10th പ്രിലിംസ് അതിലെ ഞാൻ LDCയുടെ മെയിൻസ് എഴുതി നിരാശപ്പെട്ടിരിക്കുകയാണ്. LDCയുടെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ആളുകളുടെ മാർക്കുകളൊക്കെ ഇപ്പോൾ സൈറ്റിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മാർക്ക് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെയുള്ള നിരാശകളിൽ പെട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരും ഇന്നത്തെ പരീക്ഷയ്ക്ക് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും ഇന്നത്തെ ഈ ഒരു പരീക്ഷ കൃത്യമായ തയ്യാറെടുപ്പോടുകൂടി എഴുതുവാനായിട്ട് സാധിച്ചിട്ടില്ല. ഇനി കൃത്യമായ തയ്യാറെടുപ്പോടുകൂടി എഴുതുവാൻ പോയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് ഇത്തിരി കൂടുതൽ മാർക്കായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്. കൃത്യമായ തയ്യാറെടുപ്പ് നടത്താതെ പോയിരിക്കുന്ന ആൾക്കാരുമുണ്ട്. ഇനി ഏത് തരത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും ഒരു കാര്യം ഓർത്തേക്കുക, ഇത് പ്രിലിമിനറി പരീക്ഷയാണ്. ഇതിൽ പ്രധാനപ്പെട്ട തസ്തിക വരുന്നത് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റിന്റെ ഒരു പരീക്ഷ, സെക്രട്ടേറിയറ്റ് OA എന്ന് പറഞ്ഞ ഒരു തസ്തിക. അതാണ് പ്രധാനമായിട്ടും എല്ലാവരും നോക്കുന്ന ഒരു പരീക്ഷ. അതിന് മെയിൻ പരീക്ഷയും ഉണ്ടാവും. ആ മെയിൻ പരീക്ഷയ്ക്ക് കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പ്രിലിമിനറി പരീക്ഷ പാസ്സാകാനായിട്ട് എത്ര മാർക്ക് വേണ്ടി വരുമെന്നായിരിക്കും പല ആൾക്കാരുടെയും ഒരു ആശങ്ക എന്ന് പറയുന്നത്. എന്നാൽ ഇതിനകത്ത് വിരലിലെണ്ണാവുന്ന വേക്കൻസികളുള്ള പരീക്ഷകളുമുണ്ട്. അതേപോലെ തന്നെ 100-ലധികം വേക്കൻസികൾ പ്രതീക്ഷിക്കുന്ന പരീക്ഷകളുമുണ്ട്. അപ്പോൾ നിങ്ങൾ അപേക്ഷിച്ചിരിക്കുന്ന പരീക്ഷയുടെ വേക്കൻസി എത്രയാണോ അതിനനുസരിച്ചായിരിക്കും ഓരോ പരീക്ഷയുടെയും മെയിൻസിനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കോമൺ ആയിട്ട് പറയുന്നത് സെക്രട്ടേറിയറ്റ് OA എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മറ്റു പരീക്ഷകൾക്ക് ചിലപ്പോൾ അതിനേക്കാളൊക്കെ കൂടുതൽ ആ ബെഞ്ച് മാർക്ക് ചിലപ്പോൾ അല്ലെ കട്ട് ഓഫ് മാർക്ക് ചിലപ്പോൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇന്നത്തെ പരീക്ഷ നോക്കിയാൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് 100 മാർക്കിലായിരുന്നു നമ്മൾ പറഞ്ഞു. ഈ 100 മാർക്കിലുള്ള ചോദ്യങ്ങൾ താരതമ്യേന നല്ല രീതിയിൽ പഠനം പൂർത്തിയാക്കിയ, സിലബസ് പൂർത്തിയാക്കിയ, റിവിഷൻ കൃത്യമായിട്ട് നടത്തിയിട്ടുള്ള മാതൃകാ പരീക്ഷകൾ എഴുതി നെഗറ്റീവ് മാർക്ക് എങ്ങനെ കുറയ്ക്കാമെന്ന് ഗവേഷണവും അതുപോലെ തന്നെ മനസ്സും ഒക്കെ ഉറപ്പിച്ചു പോയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല പരീക്ഷയായിരുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് ഏറ്റവും കുറഞ്ഞത് 75 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ പോയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിട്ട് 75 മാർക്കിന് മുകളിൽ ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു പരീക്ഷയുണ്ട്. അതായത് 75-ന് മുകളിൽ സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെന്തായാലും ഒരു 85 to 90 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യും. അത് ഉറപ്പാണ്. അതിൽ നിന്ന് ചിലപ്പോൾ 5-6 നെഗറ്റീവ് ഒക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് 75+ കിട്ടുകയുള്ളൂ. എന്നാൽ ഇത്തരത്തിൽ വരുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഏകദേശം എത്ര ആൾക്കാർ കാണും? പരീക്ഷ എഴുതിയ ആൾക്കാരിൽ 1% താഴെ ആൾക്കാർ മാത്രമേ ഈ 75 അബോവൊക്കെ വാങ്ങിക്കാനായിട്ടുള്ള സാധ്യത ഇന്ന് കാണുന്നുള്ളൂ. എന്നാൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും കിട്ടാനിടയുള്ള ഒരു, അല്ലെങ്കിൽ അവർ ചെയ്യാനിടയുള്ള ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ 80 ചോദ്യങ്ങൾ ഉള്ള നമ്മുടെ ജനറൽ അവയർനെസ് എന്നുള്ള മേഖലയുണ്ട്. അതായത് സയൻസും കറണ്ട് അഫയേഴ്സും പൊതുവിജ്ഞാനവും ഒക്കെ ഉൾപ്പെടുന്ന മേഖലയുണ്ട്. ആ ഒരു മേഖലയിൽ നിന്ന് പല ആൾക്കാരും ചെയ്യാനായിട്ട് സാധ്യത കാണുന്നത് ഒരു 60ഓളം ചോദ്യങ്ങൾ കയറിയവര് അറ്റൻഡ് ചെയ്യും. ഇനിപ്പുറത്ത് ഗണിതശാസ്ത്രം, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന മേഖലയിൽ നിന്നും 20ഓളം ചോദ്യങ്ങളുമുണ്ട്. അതിൽ നിന്ന് ഒരു 18ഓളം ചോദ്യങ്ങൾ കൈവെക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കിയാൽ ഒരു 78ഓളം ചോദ്യങ്ങൾ ആവറേജ്, അതായത് LDCക്ക് വേണ്ടി പഠനം ഒരു വട്ടം പൂർത്തിയാക്കുകയും പിന്നീട് നല്ല രീതിയിൽ റിവിഷൻ നടത്താനും നടത്താതിരിക്കാനും ഒക്കെ സാധ്യതയുള്ള ആൾക്കാർ ഒരു 78ഓളം ചോദ്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന 78 ചോദ്യങ്ങളിൽ എല്ലാം ശരിയാകണമെന്നില്ല, അവർക്ക് തെറ്റാനും ചാൻസ് ഉണ്ട് അല്ലെ. എറർ ഫാക്ടർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 10 ആണ്. അങ്ങനെ നോക്കിയാൽ ഒരു 70 എണ്ണമൊക്കെ ചിലപ്പോൾ ശരിയാകും.
70 ചിലപ്പോൾ ശരിയാകും. അപ്പോൾ ഈ 9 തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ 3 മാർക്ക് കൂടി പോയി കഴിഞ്ഞാൽ 67 മാർക്കൊക്കെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ അങ്ങനെ നോക്കിയാൽ 67 മാർക്ക് എന്ന് പറയുന്നത് നല്ല മാർക്ക് തന്നെയാണ്. ഒരു കാലത്ത് നല്ല രീതിയിൽ പഠിക്കുകയും എന്നാൽ ആ പഠനം മെയിൻറ്റെയിൻ ചെയ്യാതെ ജസ്റ്റ് ഒരു റിവിഷൻ എന്നുള്ള മട്ടിൽ മാത്രം പരീക്ഷ പോയി എഴുതിയ ആളുകൾക്ക് കിട്ടാൻ ഇന്നത്തെ പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന മാർക്ക് ഒരു 67 വരെയുള്ള മാർക്കാണ്. അത് ചിലപ്പോൾ കുറച്ചുകൂടി താഴാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 65 റേഞ്ച് എന്നൊക്കെ പറഞ്ഞത് ഒരു നല്ല മാർക്ക് തന്നെയാണ് ഇന്നത്തെ പരീക്ഷയ്ക്ക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പരീക്ഷയുടെ ആ ഒരു മാർക്ക് അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷയ്ക്ക് എത്ര മാർക്കിന് മുകളിൽ നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൻ പരീക്ഷയ്ക്ക് ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങാം എന്ന് ബാസിസ് അക്കാഡമിയുടെയും എന്റെയും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. ഒരു 65 മുകളിലാണ് നിങ്ങളുടെ സ്കോർ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഉറപ്പായിട്ടും ഇന്നത്തെ പരീക്ഷയുടെ മെയിൻസ് അതായത് സെക്രട്ടേറിയറ്റ് OAയുടെ മെയിൻ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങാം എന്നുള്ളതാണ് ബാസിസ് അക്കാഡമിയുടെ നിഗമനം. പിന്നെ ഓർക്കുക, ഈ 2025 എന്ന് പറഞ്ഞൊരു വർഷമുണ്ട് നമുക്ക്. ഈ വർഷം എന്ന് വെച്ചാൽ ഒരുപാട് തസ്തികകളിലേക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് അല്ലെ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് മുതലായ ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ട് നടത്തപ്പെടുന്ന പരീക്ഷകളുണ്ട്. അതേപോലെ സിവിൽ എക്സൈസ് ഓഫീസർ, സിവിൽ പോലീസ് ഓഫീസർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മുതലായ യൂണിഫോം തസ്തികകൾ +2 അടിസ്ഥാന യോഗ്യത ആയിട്ട് നടത്തപ്പെടുന്ന പരീക്ഷകളാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു പരീക്ഷകൾ അതേപോലെ നമ്മൾ നോക്കിയാൽ എന്താണ്, വേറെ ഒരുപാട് പരീക്ഷകളുണ്ട്. പിന്നെ നോക്കിയാൽ ഇതിന്റെ കൂടെ നടക്കുന്ന സെക്രട്ടേറിയറ്റ് OA, സ്റ്റോർ കീപ്പർ മുതലായ തസ്തികളൊക്കെ 10 അടിസ്ഥാന യോഗ്യതയായിട്ട് വരുന്നതാണ്. അപ്പോൾ പരീക്ഷകൾ ധാരാളം ഈ ഒരു വർഷം നടക്കുന്നുണ്ട്. അപ്പോൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ പഠനം മതി ഈ പരീക്ഷകൾക്ക് എല്ലാം കൂടി വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ബാസിസ് അക്കാഡമി ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഈ കോഴ്സുകൾ നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പർ 9846183166 എന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം വ്യക്തമായിട്ട് അറിയാനും മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. ഇനി നല്ല രീതിയിൽ എഴുതുവാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 2025 നടത്തപ്പെടുന്ന മറ്റു പരീക്ഷകൾക്ക് വേണ്ടി അതിശക്തമായ രീതിയിൽ നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തുക. കാരണം പാതി വഴിയിൽ ഇട്ടിട്ട് പോകുന്നവനല്ല ഹീറോ എന്ന് പറയുന്നവൻ, പൊരുതി നേടുന്നവൻ, അവസാന ശ്വാസം വരെ പൊരുതി നേടുന്നവനാണ് ഹീറോ എന്ന് പറയുന്നത്. പരാജയപ്പെട്ടവൻ എന്ന് പറയുന്നവൻ എന്താണ്, ചരിത്രത്തിൽ ഇടമില്ലാത്തവനാണ്. പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് കുതിച്ചു കയറുന്നവൻ, അവന്റേതാണ് ചരിത്രം, അവന്റേതാണ് ലോകമെന്ന് തിരിച്ചറിവോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക. ഓൾ ദ ബെസ്റ്റ്.